തിക്കിലും തിരക്കിലും പെട്ട 82 പേർ മരിച്ചെന്ന് BBC. സർക്കാർ കണക്കിൽ മരിച്ചത് 37 പേർ മാത്രം. വിശദമായ വാർത്തകൾ നോക്കാം. ഫസ്റ്റ് നോട്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Today's headlines brought to you by വാൻഹായ് കപ്പലിലെ തീ 27 മണിക്കൂറായിട്ടും നിയന്ത്രണ വിധേയമായില്ല. കപ്പൽ ചെരിയുന്നു, കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നത് വെല്ലുവിളി. രക്ഷാപ്രവർത്തനത്തിന് 7 കപ്പലുകളും 5 ഡോണിയർ വിമാനങ്ങളും. ഇനി കണ്ടെത്താനുള്ളത് 4 പേരെ. പരിക്കേറ്റ 6 പേർ മംഗലാപുരത്ത് ചികിത്സയിൽ. 2 പേരുടെ നില അതീവ ഗുരുതരം. തീപിടിച്ച കപ്പലിലുള്ളത് ടൺ കണക്കിന് കൊടും വിഷം. 30ഓളം കണ്ടെയ്നറുകളിൽ കടലിൽ വീണു. കടലിൽ വീണ കണ്ടെയ്നറുകൾ തൃശൂർ, എറണാകുളം ജില്ലകളിലെ തീരത്തടിയുമെന്ന് അഴീക്കൽ തുറമുഖ അധികൃതർ. ആശങ്കയിൽ മത്സ്യത്തൊഴിലാളികളും തീരവാസികളും. കണ്ടെയ്നറുകൾ തീരത്തണയുമെന്ന അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിനെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് സർക്കാർ വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. കപ്പലിനെതിരെ കേസെടുക്കണമെന്ന് ലത്തീൻ സഭ. ജമാഅത്ത് ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ AKG സെന്ററിൽ ഇരുന്നപ്പോൾ CPM-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, UDF-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിരപരിപാടി. UDF-നുള്ള വെൽഫെയർ പാർട്ടി പിന്തുണയിൽ രാഷ്ട്രീയ വിവാദം. UDF വർഗീയ ശക്തികളുടെ കൂടാരമായ നമ്പി ഗോവിന്ദൻ. CPM-നൊപ്പം നിൽക്കുന്നവർ മതേതരരും UDF-നെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയവാദികളുമാവുന്നത് എങ്ങനെയെന്ന് VD സതീശൻ. PDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയല്ലെന്ന് CPM. PDP പീഡിത വിഭാഗം. മാദനിയുടെ അറസ്റ്റ് LDF ഭരണ നേട്ടമാക്കി. ഹിന്ദു മഹാസഭ LDF-നെ പിന്തുണയ്ക്കുന്നത് എന്തിനെന്ന് സതീശൻ. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അവരുടെ കാര്യമെന്ന് കുഞ്ഞാലിക്കുട്ടി. കൊക്കിനെ പിടിക്കാൻ കൊക്കിന്റെ തലയിൽ വെണ്ണ വെക്കണം, വെണ്ണ വെക്കണമെങ്കിൽ കൊക്കിനെ പിടിക്കണം എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ അതിന്റെ അർത്ഥത്തിൽ അപഹാസ്യമായ വിധത്തിലുള്ള ഒരു ഉപാധികളാണ് ഇവിടെയുള്ളത്. വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര വനം മന്ത്രിയുടെ നിലപാട് തള്ളി വനം മന്ത്രി ശശീന്ദ്രൻ. വന്യമൃഗങ്ങളെ വെടിവെക്കാനുള്ള മാനദണ്ഡങ്ങൾ അപ്രായോഗികം. കേന്ദ്രം ആവർത്തിക്കുന്നത് UDF-ന്റെ ആരോപണങ്ങൾ. മൊത്തം വനാതിർത്തിയുടെ 70% ഫെൻസിംഗ് പൂർത്തിയായി. വനനിയമം ഭേദഗതി ചെയ്യാതെ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയില്ലെന്നും വനം മന്ത്രി. അനന്തുവിന്റെ ഭരണത്തിൽ മന്ത്രിയുടെ U-ടേൺ സ്വാഗതാർഹമെന്ന UDF. 29ാം വയസ്സിൽ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച് ക്രിക്കറ്റ് താരം നിക്കോളാസ് പൂരൻ. വെസ്റ്റ് ഇൻഡീസിനായി 61 ഏകദിനവും 106 T20യും 40 മത്സരങ്ങളിൽ വെസ്റ്റ് ഇൻഡീസ് നായകൻ. ജീവിതത്തിൽ പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നുവെന്ന വൈകാരിക കുറിപ്പ്.